Hi students, എല്ലാവർക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടൂൾസ് ഓർ ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്തെന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ വേരിയസ് ടൈപ്സ് ഏതെല്ലാം തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണുള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് വേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൂടാതെ നമ്മളിതിനകത്തുള്ള ഒരു ടൂളായിട്ടുള്ള കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ളത് നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ പ്രോബ്ലം നമ്മൾ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട്. കൂടാതെ ആ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പർപ്പസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം കാണുക. പ്രോബ്ലം പേപ്പർ ആകുമ്പോൾ അങ്ങനെയാണ് നമ്മളതിൻ്റെ തുടക്കം കിട്ടിയെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. തൊട്ട് മുമ്പത്തെ വീഡിയോക്ക് എന്തായാലും കാണേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനലിൽ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഇവയെല്ലാം ലഭിക്കുന്നതാണ്. ഇവയെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ആ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എ നമ്പർ ഓഫ് ടെക്നിക്സ് ഓർ ഡിവൈസസ് ആർ യൂസ്ഡ് ടു അണ്ടർടേക്ക് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകളും ഡിവൈസുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് എനി അനാലിറ്റിക്കൽ മെത്തേഡ്, ഏതൊരു അനാലിറ്റിക്കൽ മെത്തേഡിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈസ് ടു സിംപ്ലിഫൈ ദ ഡാറ്റ ടു മോർ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. കൂടുതൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക, കുറച്ചും കൂടെ ലളിതമാക്കുക എന്നുള്ളതാണ് ഏതൊരു അനാലിറ്റിക്കൽ മെത്തേഡിൻ്റെയും ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുതന്നെയാണ്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകത്തക്ക രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റുക എന്നുള്ളതാണ്. The following are the important tools of financial analysis. ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് ഏതൊക്കെയാണെന്നുള്ള താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇത്രയും ഐറ്റംസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനുള്ള ടൂൾ ആയിട്ടുള്ളത്. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതിൽ ഫസ്റ്റ് ഐറ്റമാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ആദ്യം പറയാൻ പോകുന്നത്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ദ ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ 2 or more years. 2 or അതിലധികമോ വർഷത്തെ ഫിനാൻഷ്യൽ ഡാറ്റ എടുത്തിട്ട് അവ തമ്മിൽ കമ്പയർ ചെയ്യാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റിനകത്ത് നടക്കുന്നത്. This is done to make the financial data more meaningful. ഫിനാൻഷ്യൽ ഡാറ്റ കൂടുതൽ മീനിങ്ഫുൾ ആക്കുന്നതിനാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. This is done to make the financial data more meaningful. The changes, അതായത് increase or decrease in the financial data are presented in the absolute amount or in percentages. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഈ നമ്മൾ 2 അതിലധികമോ വർഷത്തെ എടുക്കുമെന്ന് പറഞ്ഞു. ആ 2 അതിലധികമോ വർഷത്തെ ഡാറ്റ എടുത്ത് കമ്പയർ ചെയ്യുമ്പം ആ ഫിനാൻഷ്യൽ ഡാറ്റയിൽ ഉണ്ടാകുന്ന ഇൻക്രീസോ ഡിക്രീസോ നമ്മൾ അബ്സല്യൂട്ട് എമൗണ്ട് ആയിട്ട്, അതായത് കൃത്യം എമൗണ്ട്, ഇപ്പോൾ 1 lakh ആണെങ്കിൽ 1 lakh എന്ന് എഴുതുന്ന രീതി അബ്സല്യൂട്ട് എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജസ് ആയിട്ടോ ആണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. 2 രീതിയിലും കാണിക്കുന്നുണ്ട്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ ബോത്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് 2 രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് അല്ലെങ്കിൽ 2 ഐറ്റത്തിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, അതിൽ നമ്മൾ ഇങ്ങനെ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ബാലൻസ് ഷീറ്റിനുണ്ട്. അപ്പോൾ നമ്മൾ പറയുക പേരെന്താണ്? കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ പറയുക. മറ്റൊന്ന് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇതിനകത്ത് ഈ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പർപ്പസ്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കുന്നത്. പിന്നെ 1-2 പ്രോബ്ലം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. Then in comparative financial statement the figures can be shown at the following values. Comparative statementനകത്ത് നമ്മൾ ഫിഗേഴ്സ് നമ്മൾ കാണിക്കുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ഒന്ന്, നമ്മൾ നേരത്തെ ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ്, അല്ലെ, അബ്സല്യൂട്ട് ഫിഗർ ആയിട്ട്, അതായത് റുപ്പി എമൗണ്ടിൽ നമ്മളത് കാണിക്കുന്നുണ്ട്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അബ്സല്യൂട്ട് ഫിഗർ, നമ്മളതിൻ്റെ ചേഞ്ചസ് എത്രയാണെന്നുള്ളത്, ആ ഇൻക്രീസോ ഡിക്രീസോ എന്നുള്ളത് നമ്മളത് കാണിക്കുന്നുണ്ട്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജസിൽ ആ വ്യത്യാസവും ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും അത് പെർസെൻറ്റേജ് ആയിട്ടും കൂടെ നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട്. Then objectives or purpose of comparative financial statement. നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്നുള്ളത് നോക്കാം. ശേഷം നമുക്കതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് ചെയ്യാം.
ടു മേക്ക് ദ ഡാറ്റ സിംപ്ലർ ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. ഡാറ്റ കുറച്ചും കൂടെ ലളിതമാക്കുക, കൂടുതൽ മനസ്സിലാവുന്ന രീതിയിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. To ascertain the changes occurring year by year in financial position and performance of the enterprise. ഒരു എന്റർപ്രൈസിന്റെ ഫിനാൻഷ്യൽ പൊസിഷന്, അതിനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കുന്നത്. ഫിനാൻഷ്യൽ പൊസിഷന്, അതുപോലെ തന്നെ ഒരു എന്റർപ്രൈസിന്റെ പെർഫോമൻസ്, അവിടെ അതിനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നത്. അപ്പം ഈ ഫിനാൻഷ്യൽ പൊസിഷന്, അതുപോലെ തന്നെ എന്റർപ്രൈസിന്റെ പെർഫോമൻസ്, ഇതൊക്കെ തന്നെ ഓരോരോ വർഷങ്ങളിലും അതിൽ ഒക്കർ ചെയ്യുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്നതിന്. To find out the strength and weakness of liquidity, solvency and profitability. അപ്പം ഫേമിൻ്റെ ലിക്വിഡിറ്റിയിലാണെങ്കിലും സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, ഇതിലൊക്കെയുള്ള സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ളതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ടു ഹെൽപ്പ് ദ മാനേജ്മെന്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. ഫോർകാസ്റ്റിങ്ങിന് അല്ലെ, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഫ്യൂച്ചറിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന്, പ്ലാൻ ചെയ്യുന്നതിനൊക്കെ മാനേജ്മെന്റിനെ സഹായിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അത്രയാണ് നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഒക്കെ നമുക്ക് പറയാനുള്ളത്. ദെൻ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതെന്ന് പറഞ്ഞു. കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഷോസ് the assets, liabilities and owner's equity of a business enterprise at the beginning and at the end of the accounting period, with increases and decreases in absolute data in terms of rupees and percentages. അപ്പോൾ എന്താ പറഞ്ഞത്, എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഷോസ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഏതൊക്കെയാണ് കാണിക്കുക, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഓണേഴ്സ് ഇക്വിറ്റി ഓഫ് എ ബിസിനസ് എന്റർപ്രൈസ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിന്റെ ബിഗിനിങ്ങിലും അതിന്റെ എൻഡിലുമുള്ള ഈ പറഞ്ഞ ഡാറ്റ മൊത്തമാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ എന്താ അതിന്റെ കൂടെ കാണിക്കുന്നത്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അബ്സല്യൂട്ട് ഡാറ്റ. അതിന്റെ യഥാർത്ഥ ഡാറ്റയിൽ ഉണ്ടായ ഇൻക്രീസും ഡിക്രീസും നമ്മൾ കാണിക്കുന്നു. ഇൻ ടേംസ് ഓഫ് ആ ഇൻക്രീസും ഡിക്രീസും എങ്ങനെയൊക്കെ കാണിക്കും, റുപ്പീസിലും കാണിക്കും, പെർസെൻറ്റേജസിലും കാണിക്കും. അങ്ങനെയുള്ള ഒരു ഷീറ്റാണ് എന്ത്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്നും കൂടെ ഡെഫിനേഷനോ അല്ലെങ്കിൽ മീനിങ് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ബിഗിനിങ്ങിലെ ഡാറ്റയും എൻഡിലെ ഡാറ്റയുമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ ബിഗിനിങ്ങിലെ ഡാറ്റ എന്ന് പറയുമ്പം അത് പ്രീവിയസ് ഇയറിലെ ഡാറ്റ ആയിരിക്കും. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ആ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ തുടക്കത്തിൽ തന്നെ നിൽക്കുന്ന ഒന്നായതുകൊണ്ട് പ്രീവിയസ് ഇയറിലെ ഡാറ്റയാണ് ബിഗിനിങ് ഡാറ്റ. ആ കറണ്ട് ഇയറിലെ ഡാറ്റ പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന എപ്പോഴാണ്, ആ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിലാണ് അല്ലേ. അപ്പോൾ ആ കറണ്ട് പീരീഡിലെ അവസാനത്തിൽ തയ്യാറാക്കുന്ന ഡാറ്റയായിരിക്കും എൻഡിലെ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഡാറ്റയും എടുത്തിട്ടാണ്, അതായത് പ്രീവിയസ് ഇയറിലെ ഡാറ്റയും കറണ്ട് ഇയറിലെ ഡാറ്റയും എടുത്തിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. അപ്പോൾ അതിൽ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാമാണ് നമ്മൾ ഈ ഒരു കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസസുമാണ് കാണിക്കുന്നത്. ഓക്കെ, നോക്കാം. The single balance sheet focuses on the financial status of the firm as on a particular date. ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആണ് ഏതിൽ കാണിക്കുക, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുക. അതായത് ഇപ്പോൾ December 31, 2020 ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് December 31 ആ ഫേമിന്റെ അവസ്ഥ എന്താണ് എന്നാണ് കാണിക്കുന്നത്. അതേസമയം വൈൽ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഫോക്കസസ് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ വൺ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരിയഡിനകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഏതിൽ കാണിക്കുക, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അതായത് അവിടെ ഒരു ബിഗിനിങ് ഡാറ്റ എടുക്കുന്നുണ്ട്. അതായത് December 31, 2020 തയ്യാറാക്കിയ ഡാറ്റ ഡിസംബർ കഴിഞ്ഞ് January 1 പിന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരുന്നത് അല്ലേ. അടുത്ത ഫിനാൻഷ്യൽ ഇയർ January 1 തൊട്ട് January 1, 2021 തൊട്ട് 31 December 2021 ആയിരിക്കും. അപ്പോൾ ആ ഒരു തൊട്ട് തലേ ദിവസം 31 December 2020 തയ്യാറാക്കിയ ഡാറ്റ തൊട്ട് പിറ്റേ ദിവസം എന്തായി മാറുകയാണ്, ആ അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലുള്ള ഡാറ്റയായി മാറുകയാണ്. അപ്പോൾ അതാണ് ബിഗിനിങ് ഡാറ്റ പ്രീവിയസ് ഇയറിലെ ഡാറ്റ ആയിട്ട് എടുക്കുന്നു പറഞ്ഞു. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, 31 December 2021 ഡാറ്റ, അത് ആ കൊല്ലം അവസാനം തയ്യാറാക്കുന്ന ആ രണ്ട് ഡാറ്റ എടുത്തിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുകയാണ്. അപ്പോൾ അതിൽ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നമ്മൾ ഓരോ ഐറ്റവും നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിനകത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു അക്കൗണ്ടിങ് പീരിയഡിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഒരു സിംഗിൾ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ? ദെൻ സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്. കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. For preparing comparative balance sheet, the following steps may be followed.
ദ ഫസ്റ്റ് കോളം ഈസ് ദ പെർട്ടിക്കുലർ കോളം. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് പെർട്ടിക്കുലർ കോളം ആയിരിക്കും. ഹിയർ നെയിം ഓഫ് ഐറ്റം ആർ റെക്കോർഡഡ്. അവിടെ നമ്മൾ ഐറ്റത്തിന്റെ പേര്, ഇപ്പോൾ അസറ്റ് എന്നോ ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ്, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ് അസറ്റിന്റെ പേരുകൾ എഴുതുന്നതാണ് ഫസ്റ്റത്തെ കോളത്തിൽ വരും. ദെൻ ഇൻ ദ സെക്കൻഡ് കോളം, രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എന്ത് എഴുതും? ഡേറ്റ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റിലെ ഡേറ്റ ആയിരിക്കും നമ്മൾ കാണിക്കുക. അപ്പോൾ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് നമ്മളൊരു ഫസ്റ്റത്തെ കോളത്തിൽ എഴുതി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റിലെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ എത്രയുണ്ടോ അതാണ് നമ്മളവിടെ കാണിക്കുക. അതിപ്പോൾ 20 lakh ആണെങ്കിൽ 20 lakh എന്ന് അവിടെ എഴുതും. Then in the third column, data of current year's balance sheet should be written. അപ്പോൾ തേർഡ് കോളത്തിൽ നമ്മൾ ഏത് എഴുതും? കറണ്ട് ഇയറിലെ, ഇപ്പൊ നിൽക്കുന്ന ഇയർ ഏതാണോ ആ ഒരു ഇയറിലെ ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിക്കും, ബാലൻസ് ഷീറ്റിലെ ഡാറ്റ കാണിക്കും. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നെയാണ് നമ്മൾ ആദ്യം എഴുതിയത് അല്ലേ? സെക്കൻഡ് കോളത്തിൽ നമ്മൾ 20 lakh എഴുതി. കറണ്ട് ഇയറിന് അതിനകത്ത് 25 lakh അതിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതും? 25 lakh എന്ന് എഴുതും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഐറ്റം എഴുതും, സെക്കൻഡ് കോളത്തിൽ പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റിനകത്തുള്ള വാല്യൂ എഴുതും. ദെൻ തേർഡ് കോളത്തിനകത്ത് നമ്മൾ കറണ്ട് ഇയർ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന 2 വർഷം ഏതാണോ അതിൽ ഏറ്റവും പുതിയ വർഷം, ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന വർഷം, ആ വർഷത്തിലെ ഡാറ്റ നമ്മൾ കാണിക്കും. ദെൻ ഇൻ ദ ഫോർത്ത് കോളം, നാലാമത്തെ കോളത്തിനകത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഐറ്റം. ഈ ഐറ്റത്തിൽ ഉണ്ടാകുന്ന ഇൻക്രീസും ഡിക്രീസും നമ്മൾ കാണിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എമൗണ്ട് ഇൻ ദ സെക്കൻഡ് കോളം ആൻഡ് തേർഡ് കോളം. സെക്കൻഡ് കോളത്തിലും തേർഡ് കോളത്തിലും നമ്മൾ എഴുതിയിട്ടുള്ള ഈ സെക്കൻഡ് കോളത്തിൽ അതുപോലെ തേർഡ് കോളത്തിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഡാറ്റ എത്രയാണോ, വാല്യൂ എത്രയാണോ അവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഫോർത്ത് കോളത്തിൽ എഴുതുക. ഇപ്പം ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ലാൻഡ് ആൻഡ് ബിൽഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവിടെയും ലാൻഡ് ആൻഡ് ബിൽഡിങ് ഒന്നിൽ നമ്മൾ 20 lakh പറഞ്ഞു, രണ്ടാമത്തേനകത്ത് നമ്മൾ 25 lakh പറഞ്ഞു അല്ലേ? എത്ര വ്യത്യാസം ഉണ്ടായത്? 5 lakh ഡിഫറൻസ് ഉണ്ടായി. ആ 5 lakh ഡിഫറൻസ് ആണ് ഏതിനകത്ത് കാണിക്കുക? ഫോർത്ത് കോളത്തിനകത്ത് കാണിക്കുക. ഓഫ് ബാലൻസ് ഷീറ്റ് ആർ റെക്കോർഡ് ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ്. അബ്സല്യൂട്ട് ഫിഗേഴ്സിലാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ 5 lakh ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 lakh ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ എഴുതുന്നത്. ദെൻ ഇൻ ദ ലാസ്റ്റ് കോളം, അവസാനത്തെ കോളത്തിനകത്ത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഫോർത്ത് കോളം. ഫോർത്ത് കോളത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ കാണിച്ചിട്ടുള്ള ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എമൗണ്ട് ഉണ്ട് അല്ലേ? അതിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുക, ലാസ്റ്റ് കോളത്തിനകത്ത് നമ്മൾ കാണിക്കുക. By the amount of concerned item of the previous year's balance sheet and multiplying it by 100. അതെങ്ങനെയാണ് കാണുക? നമ്മുടെ ഫോർത്ത് കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉണ്ടായ എമൗണ്ട് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ പ്രീവിയസ് ഇയറിലെ കൺസേൺഡ് ഐറ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻറ്റു 100. ഇവിടെ നമ്മൾ 5 lakh ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു. 5 lakh ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ആ ഐറ്റത്തിന്റെ എമൗണ്ട് എത്രയായിരുന്നു? 20 lakh ആയിരുന്നു പ്രീവിയസ് ഇയറിൽ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 5 lakh ഡിവൈഡ് ബൈ 20 lakh ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് കാണുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പം നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു ഡാറ്റയുടെ റീഅറേഞ്ച്മെന്റ് വേണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ഒരു റീഅറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയും. അപ്പോൾ ആ ഒരു റീഅറേഞ്ച്മെന്റ് ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നു. ഇതല്ലാത്ത വേറൊരു മോഡൽ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ രീതിയിലാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ അതൊന്ന് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം നോക്കുക, ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ വരുന്ന കറണ്ട് ലാബിലിറ്റി ഒഴിച്ച് ബാക്കി എല്ലാമാണ് നമ്മൾ ഏതിനകത്ത് കാണിക്കുന്നത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് അത് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് ഓർക്കുക, അവിടെ കാണുന്ന ഐറ്റമാണ് ഇത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതർ റിസർവ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഡിബഞ്ചർ, അതർ ലോങ് ടേം ലാബിലിറ്റീസ്. അതായത് കറണ്ട് ലാബിലിറ്റീസ് ഒഴിച്ച് ബാക്കിയുള്ള ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കാണിക്കുന്നു. അതിന്റെ ടോട്ടൽ എമൗണ്ട്, അതിന്റെ അഗ്രഗേറ്റ് എമൗണ്ട് നമ്മളിവിടെ കാണിക്കുക ചെയ്യുന്നത്. ദെൻ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡാണ് എടുക്കുന്നത്. ആ അസറ്റ് സൈഡിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റത്തത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഇവിടെ എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അസറ്റ് സൈഡിനകത്ത് ഉള്ള ഫിക്സഡ് അസറ്റിനെ നമ്മൾ ആദ്യം എടുത്ത് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റ് മുഴുവൻ കാണിച്ചതിൻ്റെ ടോട്ടൽ നമ്മൾ കാണുന്നു. പിന്നെ അസറ്റ് സൈഡിൽ തന്നെയുള്ള കറണ്ട് അസറ്റിനെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരുമിച്ച് എഴുതി അതിൻ്റെ ടോട്ടൽ നമ്മളിവിടെ കാണുകയാണ് ചെയ്യുന്നത്.
അപ്പം ഇവിടെ നമ്മൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ കാണുന്നു. അതിനുശേഷം നമ്മൾ ലാബിലിറ്റി സൈഡിലുള്ള കറണ്ട് ലാബിലിറ്റീസിനെ വേറൊരു ഗ്രൂപ്പായിട്ട് അതിൻ്റെ താഴെ കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ടും കൂടെ കാണുന്നു. ദെൻ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, ഈ കറണ്ട് അസറ്റ് വാല്യൂ ഇവിടെ ഉണ്ട്, കറണ്ട് ലാബിലിറ്റി വാല്യൂ ഇവിടെ ഉണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ എന്തായിട്ട് കാണിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ കാണിക്കുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കാണിച്ച് നമുക്ക് കിട്ടുന്ന എമൗണ്ടും നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ താഴെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്ന എമൗണ്ട് അല്ലേ, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ താഴെ നമ്മൾ കൂട്ടിയ എമൗണ്ടും ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എമൗണ്ട് അത് നമ്മുടെ തൊട്ട് മുമ്പത്തെ നമ്മൾ ഫസ്റ്റിൽ എഴുതിയ ലോങ് ടേം ലയബിലിറ്റീസ് ഒരുമിച്ച് എഴുതിയല്ലോ, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ട്, അതും സെയിം ആവണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടെ കൂട്ടിയതും നമ്മുടെ ആ ഫസ്റ്റിലുള്ള ക്യാപിറ്റൽ എംപ്ലോയിഡും സെയിം എമൗണ്ട് ആവുകയാണ് ചെയ്യുക. ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ചും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്, പ്രത്യേകിച്ചും BCA സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് ഇതിൻ്റെ ഇത്രയും ടേംസ് വലിയൊരു പരിചയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അടുത്ത മെത്തേഡായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് ദീപ്തി ലിമിറ്റഡ്. ദീപ്തി ലിമിറ്റഡിൻ്റെ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഡാറ്റകളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റിൽ തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മുടെ 31 മാർച്ച് 2003 തന്നിട്ടുണ്ട്, 31 മാർച്ച് 2002 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ 31 മാർച്ച് 2002 എന്ന് പറയുന്നതാണ് പ്രീവിയസ് ഇയർ, 31 മാർച്ച് 2003 ആണ് കറണ്ട് ഇയർ. ഇപ്പോൾ ഇതാണ് ഈ 2002 ബിഗിനിങ് ഡാറ്റ എന്ന് പറയുന്നത്. അതേസമയം 2003 അക്കൗണ്ടിങ് പീരീഡിലെ എൻഡ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. 2003 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ്. ആ കൊല്ലം അവസാനത്തിലാണ്, കണ്ടോ, മാർച്ച് 31 നമുക്ക് ഈ ഡാറ്റ കിട്ടുള്ളൂ, ഇത്രയും ഡാറ്റ നമുക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് ഐറ്റം തന്നിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്, 50 lakh ഉണ്ട്. മാർച്ച് 2003 അത് 50 lakh ആണ്, 2002 അത് 50 lakh ആണ്. ദെൻ ഫിക്സഡ് അസറ്റ് 7,20,000 ആണ് 2003, അത് 2002 60 lakh ആണ്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് എത്രയാണ്, 2003 12 lakh ആണ്, 2002 അതായത് പ്രീവിയസ് ഇയറിൽ അത് 10 lakh ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുണ്ട്, നമ്മുടെ 2003 അത് 10 lakh ഉണ്ട്. ദെൻ 2002 അത് 10 lakh തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദെൻ ലോങ് ടേം ലോൺസോ, ലോങ് ടേം ലോൺസ് 2003 30 lakh ഉണ്ട്, 2002 30 lakh തന്നെയാണ്. ദെൻ കറണ്ട് അസറ്റ് 2003 21 lakh ഉണ്ട്, 2002 അത് 30 lakh ഉണ്ടായിരുന്നു. ദെൻ കറണ്ട് ലയബിലിറ്റീസ് 2003 11 lakh ആണ്, 2002 അത് 10 lakh ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ സ്മോൾ ആയിട്ടുള്ള ചെറിയൊരു പ്രോബ്ലമാണ്. നോക്കുക, ഇതിനകത്ത് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതുപോലെ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്നുള്ള പേര് കൊടുക്കണം. ദെൻ ആസ് ഓൺ 31 മാർച്ച് 2002 ആൻഡ് 31 മാർച്ച് 2003 ഇത് പ്രകാരമുള്ള ഡാറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അതിൻ്റെ തുടക്കം എഴുതേണ്ടതുണ്ട്. ദെൻ എത്ര കോളം കൊടുത്തിട്ടുണ്ട്, 5 കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോളം ഇത് പർട്ടിക്കുലേഴ്സ് കോളമാണ്. ഇവിടെ നമ്മൾ പർട്ടിക്കുലേഴ്സ് എഴുതേണ്ടതുണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം. അതിനകത്ത് നമ്മുടെ ഐറ്റംസ് നമ്മൾ കാണിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ മൊത്തം ഐറ്റംസിൻ്റെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് കോളം പ്രീവിയസ് ഇയറിലെ കാര്യമാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അവിടെ നോക്കുക 2002 കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കോളത്തിനകത്ത് കറണ്ട് ഇയർ ഡാറ്റ, മീൻസ് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഏറ്റവും പുതിയ ഡാറ്റ, അത് 2003 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അബ്സല്യൂട്ട് ചേഞ്ച് ആണ് നമ്മൾ ആദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫിഗേഴ്സിൽ ഉള്ള ചേഞ്ചസ് ആണ് നാലാമത്തെ കോളത്തിൽ കൊടുക്കുന്നത്. ദെൻ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് അടുത്ത കോളത്തിനകത്ത് വരുന്നത്. കണ്ടല്ലോ. ഇനി നമുക്കതിന് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ അസറ്റ്സ് നമ്മൾ നേരത്തെ നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു രീതിയിലല്ല ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എടുക്കുന്നത് എന്താണ്, അസറ്റ്സ് മാത്രം.
ആദ്യം നമ്മൾ കാണിക്കുന്നത് മൊത്തം അസറ്റ്സിനെയാണ്, അതിനുശേഷമാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത്, ലയബിലിറ്റീസിനെ കാണിക്കുന്നത്. അപ്പോൾ അസറ്റ്സിനെ എല്ലാം തന്നെ ഒരുമിച്ച് കാണിക്കുന്നു, അതിനുശേഷം നമ്മൾ ലയബിലിറ്റീസിനെ കാണിക്കുന്നു. ഇവിടെ അസറ്റ്സിനകത്ത് നോക്കൂ, ഇവിടെ ഫിക്സഡ് അസറ്റ് ആണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഫിക്സഡ് അസറ്റിനെ നമ്മൾ ആദ്യം കാണിക്കുന്നു. ഫിക്സഡ് അസറ്റ് 60 ലാക്കാണ് വരുന്നത്. 2002 60 ലാക്കാണ്. 2003 അത് എത്രയുണ്ട്? 72 ലാക്ക് ഉണ്ട്. അപ്പോൾ കൂടുകയല്ലേ ചെയ്തിരിക്കുന്നത് അല്ലേ? 2002 ഫിക്സഡ് അസറ്റ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് അല്ലെ, ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വ്യത്യാസം എത്രയെന്ന് കാണാം. 72 ലാക്ക് മൈനസ് 60 ലാക്ക് എത്ര കിട്ടുക? 12 ലാക്ക് എന്ന് കിട്ടും. ആ 12 ലാക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 12 ലാക്ക് ഇവിടെ കാണിച്ചു. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ആണ് കാണേണ്ടത്. പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കാണണമെന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അബ്സല്യൂട്ട് ചേഞ്ച് എത്രയാണോ ആ ചേഞ്ച് എടുക്കുക, അതിനെയും അതേ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിലെ എമൗണ്ട്, ആ പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എത്ര വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 12 ലാക്ക് ഡിവൈഡഡ് ബൈ 60 ലാക്ക് ഇൻറ്റു 100 കാണാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 ലാക്ക് കിട്ടും. 20% കിട്ടും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 2002 10 ലാക്ക് റുപ്പീസ് ആണ്. 2003 10 ലാക്ക് റുപ്പീസ് തന്നെയാണ് അല്ലേ? വ്യത്യാസമില്ല. സോ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ചേഞ്ച് നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഒന്നും കാണിക്കാൻ പറ്റില്ല, ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. സോ പെർസെൻറ്റേജ് ചേഞ്ചിനകത്ത് നമുക്കൊന്നും കാണിക്കാനില്ല. ദെൻ കറണ്ട് അസറ്റ് നോക്കാം. കറണ്ട് അസറ്റ് 30 ലാക്ക് ആയിരുന്നു 2002. 2003 അത് 21 ലാക്കായിട്ട് കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡിക്രീസ് ആകുന്നതുകൊണ്ട് തന്നെ ഡിക്രീസ് നമുക്ക് നെഗറ്റീവ് ഫിഗറിലല്ലേ കാണിക്കേണ്ടി വരിക. നമ്മൾ 2003 21 ലാക്ക് മൈനസ് 30 ലാക്ക് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് അതൊന്നെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ഉള്ള ഒരു ഫിഗറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്താലും മതിയാവും. അപ്പോൾ ഡിക്രീസ് ആണുള്ളത്. ഡിക്രീസ് എത്രയാണുള്ളത്? 9 ലാക്കാണുള്ളത്. എന്നാൽ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ചസ് എങ്ങനെയാണ് കാണുക? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 9 ലാക്ക് ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എത്ര വെച്ചാൽ അത് 9 ലാക്ക് ഡിവൈഡഡ് ബൈ 30 ലാക്ക്. അപ്പോൾ എത്ര കിട്ടുക? 30% ആണ് കിട്ടുക. അതിവിടെ കാണിച്ചിരിക്കുന്നു. രണ്ടും നെഗറ്റീവ് ഫിഗറിൽ തന്നെയാണ് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ബാക്കിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ഉള്ള എല്ലാ ഐറ്റംസും, അസറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും, നമ്മൾ അസറ്റായിട്ട് വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എഴുതി കഴിഞ്ഞു. അതപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോട്ടൽ അസറ്റ് ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 1 crore ആണ് വരുന്നത്. 2003 അത് 1 crore 30 ലാക്ക് 1 crore 3 ലാക്കാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് വ്യത്യാസം എത്രയാണുള്ളത്? 2002 2003 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 ലാക്കാണ്. ഓക്കെ, അബ്സല്യൂട്ട് ചേഞ്ച് 3 ലാക്കാണ്. ഈ 3 ലാക്ക് ഡിവൈഡഡ് ബൈ 1 crore 1 crore എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3% ആയിരിക്കും. അപ്പോൾ ടോട്ടൽ അസറ്റിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 2003 അത് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2003 അസറ്റ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. 3 ലക്ഷത്തോളം അസറ്റ് കൂടിയിട്ടുണ്ട്. അതായത് 3%ഓളം പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ അടുത്ത് വരുന്ന ഏതാണ്? പിന്നെ നമ്മൾ ഒരുമിച്ച് ലാബിലിറ്റീസും ക്യാപിറ്റലും, അതായത് ലാബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസിനെല്ലാം നമ്മൾ ഒരുമിച്ച് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം എന്ത് വരുന്നുണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50 ലാക്ക് ആയിരുന്നു 2002. അതേസമയം 2003 അത് എത്രയാണ്? 50 ലാക്ക് തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്നും കാണിക്കേണ്ടതില്ല ഈ രണ്ട് കോളത്തിനകത്തും. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് നോക്കി നോക്കൂ. ഇത് 10 ലാക്ക് റുപ്പീസ് ആയിരുന്നു 2002 അല്ലേ? നമ്മുടെ കോളം നമ്മൾ മറക്കാതിരിക്കുക, പ്രീവിയസ് ഇയർ ആണത്. 2002 അത് എത്രയായിരുന്നു? 10 ലാക്ക് റുപ്പീസ് ആയിരുന്നു. 2003 അത് 12 ലാക്ക് റുപ്പീസ് ആയിട്ടുണ്ട്. അതായത് കൂടിയിട്ടുണ്ട് അല്ലേ? ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. 2 ലാക്ക് ഇൻക്രീസ്. 12 ലാക്ക് മൈനസ് 10 ലാക്ക് റുപ്പീസ് ആണ് കാണിക്കേണ്ടത്. സോ 2 ലാക്ക് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻക്രീസ് എങ്ങനെയാണ്? ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് പെർസെൻറ്റേജിൽ നമ്മൾ എങ്ങനെ കാണാം? 2 ലാക്ക് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് അല്ലേ? 10 ലാക്ക് റുപ്പീസ്. അപ്പോൾ 2 ലാക്ക് ഡിവൈഡഡ് ബൈ 10 ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 20% എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ഐറ്റം ഏതാണ്? ലോങ് ടേം ലോൺസ് ആണ്. ലോങ് ടേം ലോൺസ് 30 ലാക്ക് റുപ്പീസ് ആണ്. അത് 2002 നിന്നും വലിയൊരു വ്യത്യാസമൊന്നും 2003 വന്നിട്ടില്ല. 2003 30 ലാക്ക് തന്നെയാണ്. വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കാണിക്കേണ്ടതില്ല, ഇവിടെ നമുക്കൊന്നും കാണിക്കേണ്ടതില്ല.
ദെൻ കറണ്ട് ലയബിലിറ്റീസ് എടുത്ത് നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് 2002 10 lakh rupees ആണ്. 2003 കറണ്ട് ലയബിലിറ്റീസ് 11 lakh rupees ആയിട്ടുണ്ട് അല്ലേ, ഇൻക്രീസ് ആണുള്ളത്. അപ്പോൾ 11 lakh ഡിവൈഡഡ് ബൈ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വർഷം അതിൽ നിന്നും നമ്മുടെ പ്രീവിയസ് ഇയർ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. 11 lakh ഡിവൈഡഡ് ബൈ 10 lakh എത്രയുണ്ടാവും വ്യത്യാസം? 1 lakh rupees എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പം 1 lakh rupees. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കാണാം? 1 lakh ഡിവൈഡഡ് ബൈ 10 lakh rupees. 1 lakh ഡിവൈഡഡ് ബൈ 10 lakh rupees എന്ന് നമ്മൾ ഡിവൈഡഡ് ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 10% ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ലയബിലിറ്റീസ് ആയിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റം എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ടോട്ടൽ ലയബിലിറ്റീസ് കാണാനാണ് ചെയ്യുന്നത്. ടോട്ടൽ ലയബിലിറ്റീസ് നോക്കൂ, ഈ എല്ലാ ഐറ്റംസും ഇതിനകത്ത് വരുന്ന 50 lakh, 10 lakh, 30 lakh, വീണ്ടും 10 lakh എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1 crore ആണ് അല്ലേ, 1 crore ആണ്. ദെൻ നമ്മുടെ 2003 അഗ്രിഗേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 crore 3 lakh ആണ്. ഡിഫറൻസ് എത്ര തന്നെയാണ്? 1 crore 3 lakh, അതും 1 crore നമ്മളെ വ്യത്യാസം 3 lakh ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് നമ്മൾ കാണാൻ നേരത്തെ മനസ്സിലാക്കി, അത് പ്രകാരം നമുക്ക് 3% നമുക്ക് ഡിഫറൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമ്മുടെ ടോട്ടൽ അസറ്റ് നമുക്ക് 1 lakh തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ലയബിലിറ്റീസും 1 lakh അല്ല 1 crore ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസ് 1 crore കിട്ടിയിരിക്കുന്നു. 2003 നമുക്ക് 1 crore 3 lakh ആണെങ്കിൽ 2003 ലയബിലിറ്റീസ് നമുക്ക് 1 crore 3 lakh തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും ഈക്വൽ എമൗണ്ടിൽ തന്നെ ടാലി ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് അനാലിസിസ് നമ്മൾ നടത്തേണ്ടത്. ഇതിൽ നമുക്ക് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ഫസ്റ്റിൽ കുറച്ച് പറഞ്ഞല്ലോ. ലയബിലിറ്റി സൈഡിലുള്ള അവസ്ഥ നോക്കി നോക്കൂ. ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാറ്റമൊന്നുമില്ല. റിസർവിനകത്ത് 2 lakh rupees കൂടിയിട്ടുണ്ട്, അതായത് 20% കൂടിയിട്ടുണ്ട്. കറണ്ട് പിന്നെ ലോങ് ടേം ലോണിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് കൂടുതൽ ലോണൊന്നും കമ്പനി പിന്നെ എടുത്തിട്ടില്ല അല്ല. ഇക്വിറ്റി ഷെയറിൽ കൂടുതലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലോങ് ടേം ലോൺസ് ഒന്നും കമ്പനി പിന്നെ പിറ്റേ വർഷം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ മാറ്റമില്ലാത്തത്. എന്നാൽ കറണ്ട് ലയബിലിറ്റീസ് മാറിയിട്ടുണ്ട്, അത് 1 lakh കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻക്രീസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിനകത്ത് ചെയ്യാനുള്ളത്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ആർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കൺസേൺ ഫോർ ദ ഇയർ 2001 ആൻഡ് 2002. 2001, 2002 വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റഡി ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ. കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു കൺസേണിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ബാലൻസ് ഷീറ്റ് 2001 സെപ്പറേറ്റ് തരുന്നതിന് പകരം ഒരുമിച്ച് തന്നിരിക്കാന്നേ ഉള്ളൂ. ഈ എമൗണ്ട് കോൾ 2 കൊടുത്തിട്ട് ഒരേ ഐറ്റംസ് തന്നെയാണ് രണ്ടിലും ഉണ്ടാവുക. 2001 ബാലൻസ് ഷീറ്റിലും 2002 ബാലൻസ് ഷീറ്റിലും ഒരേ ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഐറ്റംസ് കോമൺ ആയിട്ടിട്ട് നമ്മുടെ 2001 എമൗണ്ട് ഒരു കോളത്തിലും 2002 എമൗണ്ട് ഒരു കോളത്തിലും തന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റ് തന്നു കഴിഞ്ഞാലും ഇത് ഈ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണം അതേ രീതിയിൽ ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പം നോക്കാം, ഫസ്റ്റിൽ എന്ത് തന്നിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2001 6 lakh ആണ്, 2002 അത് 8 lakh ആണ്, കൂടിയിട്ടുണ്ട് അല്ലേ. Then reserves and surplus 3,03,000 ആണ് 2001, 2,22,000 ആണ് 2002. കുറയാണ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ഇയറിനെക്കാളും നമ്മുടെ കറണ്ട് ഇയർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇയർ ഏതാണോ ആ ഇയറിൽ എന്തുണ്ടായി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ദെൻ ഡിവെഞ്ചർ 2 lakh ആണ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നത്. അടുത്ത വർഷം ആയപ്പോഴേക്ക് അത് 3 lakh ആയി കൂടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ലോങ് ടേം ലോൺസ്, ലോങ് ടേം ലോൺ ഓൺ മോർട്ട്ഗേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ലോണുകളെയാണ് ലോങ് ടേം ലോൺ ഓൺ മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ 2001 1,50,000 ഉണ്ട്, അത് 2002 ആയപ്പോഴേക്ക് 2 lakh ആയിട്ട് കൂടിയിട്ടുണ്ട്, അതായത് വീണ്ടും ലോൺ എടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. ദെൻ ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ് നമുക്കറിയാം, അത് 50,000 ഉണ്ട് 2001, 2002 ആയപ്പോൾ 45,000 ഉള്ളൂ, കുറഞ്ഞിരിക്കുകയാണ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് 1 lakh ഉണ്ട്. ദെൻ അത് 2002 ആയപ്പോൾ 1,20,000 ആയിട്ട് കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അതർ കറണ്ട് ലയബിലിറ്റീസ് എത്രയുണ്ട്? 2001 5,000, 2002 10,000. അപ്പം ഏകദേശം ഇവിടെ വരേക്ക് അല്ലേ ഇത്രയും പോർഷൻ ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഷോർട്ട് ടേം അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡ് മൊത്തം പിന്നെ ലയബിലിറ്റി ആണ് നമുക്കറിയാം അല്ലേ. ഇനി അസറ്റ് സൈഡ്, ഈ അസറ്റ് സൈഡും കൂടെ നമുക്ക് നോക്കാം.
എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ആദ്യം ഫിക്സഡ് അസറ്റുകളാണ് തന്നിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ് ലാൻഡ് 3,70,000 ഉണ്ട് 2001. 2002 അത് 2,70,000 ആയി കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 4 lakh ഉണ്ടായിരുന്നു. ദെൻ ആ 2002 ആയപ്പോഴേക്കിന് 6 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സോ 2001 20,000 ഉണ്ടായിരുന്നിടത്ത് അത് 2002 ആയപ്പോഴേക്ക് 25,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അതർ ഫിക്സഡ് അസറ്റ്, മറ്റ് ഫിക്സഡ് അസറ്റുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ 2001 25,000 ആണ്, 2002 30,000 ആയിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക്. അപ്പോൾ ഇത്രയും വരേക്ക് ആദ്യ ഭാഗത്തെ ഈ പകുതി ഇത്രയും എന്താണ് ഫിക്സഡ് അസറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി എന്താണ് കറണ്ട് അസറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടില്ല എന്നേ ഉള്ളൂ, കറണ്ട് അസറ്റ്സ് ആണ് ഇത് കേട്ടോ. ദെൻ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്, ബാങ്കിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ കൂടെ ആയിട്ട് ക്യാഷ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2001 20,000 ആയിരുന്നു, 2002 ആയപ്പോഴേക്ക് അത് 80,000 ആയി കൂടിയിട്ടുണ്ട്. ദെൻ 2001 ബിൽസ് റിസീവ്ഡ് 1,50,000 ആയിരുന്നു, 2002 ആയപ്പോഴേക്ക് അത് എത്ര ആയിട്ടുണ്ട്? 90,000 ആയിട്ടുണ്ട്, കുറയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ സൺട്രി ഡെറ്റേഴ്സ് 2 lakh ഉണ്ട് 2001, 2002 ആയപ്പോഴേക്ക് എത്ര ആയിട്ടുണ്ട്? 2,50,000. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡെറ്റേഴ്സ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ സ്റ്റോക്ക് 2001 2,50,000 ആണുള്ളത്, 2002 അത് 3,50,000 ആയി കൂടിയിട്ടുണ്ട്. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് 2001 ഇല്ല, അപ്പം എന്താണ് അതിൻ്റെ ബാലൻസ് 0 ആണ്. 2002 2,000 ഉണ്ട്, അപ്പോൾ അതായത് അത്രയും 0-നേക്കാളും കൂടി അല്ലേ. അപ്പോൾ 2,000 ഇൻക്രീസ് ആണ് നമുക്കവിടെ കാണിക്കാൻ സാധിക്കുക. അപ്പം നോക്കുക, 2001 ടോട്ടൽ ലാബിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടേം ഷോർട്ട് ടേം എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ ലാബിലിറ്റി എന്ന് പറയുന്നത് 14,35,000 ആണ്. അത് അസറ്റ് സൈഡും അങ്ങനെ തന്നെയാണ് വരിക അല്ലേ, നല്ല ബാലൻസ് ഷീറ്റിന്റെ പ്രത്യേകത. ദെൻ 2002 നമ്മുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് 16,97,000 ആണ്. അതേസമയം നമ്മുടെ ടോട്ടൽ അസറ്റും എന്തുതന്നെയായിരിക്കും? 2002 16,97,000 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, നേരത്തെയുള്ള പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് എഴുതണം. ദെൻ ഫോർ ദ ഇയർ എൻഡിങ് 31st December 2001 ആൻഡ് 2002 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഏത് വർഷത്താണെന്നുള്ളത് ഏത് പീരീഡിലേതാണെന്നുള്ളത് നമ്മൾ കാണിക്കണം. ദെൻ 5 കോളംസ് ആണ് വരിക നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് പർട്ടിക്കുലേഴ്സ് കോളമാണ്, ഇവിടെ നമ്മൾ പർട്ടിക്കുലേഴ്സ് എന്ന് എഴുതണം, എന്നിട്ട് നമ്മൾ ഐറ്റംസ് എഴുതും. പിന്നെ നമ്മുടെ ഇയർ എൻഡിങ് 31st ഡിസംബറിൽ അവസാനിക്കുന്ന ഇയറുകൾ ഏതൊക്കെയാണ്? രണ്ടും 31st ഡിസംബറിന് തന്നെയാണ്, അതുകൊണ്ട് കോമൺ ആയിട്ട് നമ്മളത് കൊടുത്തിരിക്കുന്നു. ദെൻ 2001 പ്രീവിയസ് ഇയർ ആണ് ആദ്യം എഴുതുക, എന്നിട്ട് കറണ്ട് ഇയർ അല്ലെങ്കിൽ ഏറ്റവും പുതിയ വർഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയാണ് കാണിക്കുക. 2002 അടുത്ത കോളായിട്ട് എഴുതി. ദെൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എമൗണ്ട്സ് അല്ലേ, വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിഗറിൽ നമ്മൾ എമൗണ്ടിൽ അബ്സല്യൂട്ട് ഫിഗറായിട്ട് നമ്മളിവിടെ കാണിക്കുന്നു. ദെൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജസിൽ അതിൻ്റെ ഇൻക്രീസും ഡിക്രീസും കാണിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്തെടുക്കണം? ആദ്യം മുഴുവൻ അസറ്റ് ടോട്ടൽ അസറ്റ് അങ്ങ് കാണുക ചെയ്യണത്. ടോട്ടൽ അസറ്റ് അവയുടെ ഡിഫറൻസസ് എല്ലാം കണ്ട് അതിൻ്റെ ഡിഫറൻസസിൻ്റെ എല്ലാം തന്നെ ടോട്ടൽ കാണാൻ ആദ്യം ചെയ്യുന്നത്. സോ അസറ്റിനെ നമ്മൾ ആദ്യം എടുക്കുന്നു, അസറ്റിനെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ദെൻ ഈ അസറ്റിൽ ആദ്യം നമ്മളിവിടെ കറണ്ട് അസറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 രീതിയിലും ചെയ്യാം, കറണ്ട് അസറ്റ് ആദ്യം എടുക്കുക അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ആദ്യം എടുക്കുകയോ ചെയ്യാം. എന്താണെങ്കിലും നമുക്കിത് ടോട്ടൽ ചെയ്യാനാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ് കാണുന്ന ലെവലിലേക്ക് എത്തുന്ന രീതിയിൽ ഏത് രീതിയിൽ എടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം കറണ്ട് അസറ്റ് ആണ് ഈ പ്രോബ്ലത്തിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക്, ബാങ്കിലും ഹാൻഡിലൊക്കെ ആയിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് 2001 20,000 ആയിരുന്നു, 2002 അത് 80,000 ആയിട്ടുണ്ട് അല്ലെ. 2002 അത് കൂടുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 80,000 മൈനസ് 20,000 എത്രയുണ്ട്? 60,000 നമുക്ക് പോസിറ്റീവ് ഫിഗറാണ് കിട്ടുക. 60,000 ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ പോസിറ്റീവ് സൈൻ കാണിച്ചിരിക്കണം. ഓക്കെ. ദെൻ നമുക്കിതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? 60,000 ദെൻ ഡിഫറൻസ് 60,000 ആണ് വരുന്നത് അല്ലെ. 80,000 മൈനസ് 20,000 ഇൻക്രീസ് ആണ്. 2002 80,000 ആയി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലസ് 60,000 ആയിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇൻക്രീസ്. ഇനി നമ്മൾ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണാം? നേരത്തെ നമ്മൾ പറഞ്ഞു 60,000 ഡിവൈഡഡ് ബൈ 20,000. അപ്പോൾ നമുക്ക് കിട്ടുക 300% ആണ്.
കേട്ടോ. അത്രയും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തേക്കാളും 300% ക്യാഷ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ബിൽസ് റെസീവബിൾ ആണ് നെക്സ്റ്റ് ഐറ്റം. ബിൽസ് റെസീവബിൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2001 1,50,000 ഉണ്ട്, 2002 അത് 90,000 ആണ്. അപ്പം കുറയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം 90,000 മൈനസ് 1,50,000 നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. സോ നെഗറ്റീവ് 60,000 കാണിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഫിഗേഴ്സ് ബ്രാക്കറ്റിൽ ഇട്ടാലും മതി എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ കാണിച്ചാലും മതി. അപ്പോൾ 60,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കാണാം? 60,000 ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിലെ വാല്യൂ ആയിട്ടുള്ള 1,50,000. അപ്പോൾ നമുക്ക് 40% എന്ന് കിട്ടും. ദെൻ സൺട്രി ഡെറ്റേഴ്സ് ആണ്. സൺട്രി ഡെറ്റേഴ്സ് 2 lakh ആണുള്ളത് ഫസ്റ്റ് ഇയറിൽ. ദെൻ അടുത്ത വർഷത്തേക്ക് 2,50,000 ആയിട്ടുണ്ട് അല്ലെ. കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇൻക്രീസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇൻക്രീസ് നമ്മൾ പോസിറ്റീവ് ഫിഗർ ആയിട്ട് കാണിക്കുന്നു. 50,000 എന്നിവിടെ കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 2,50,000 മൈനസ് 2 lakh നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ 50,000 ആണ് നമുക്ക് കിട്ടുക. അത് നമ്മളിവിടെ കാണിക്കുന്നു. ദെൻ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50,000 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇയറിലെ വാല്യൂ ഡിവൈഡ് ചെയ്യുക 2 lakh. അപ്പോൾ നമുക്ക് ഇൻറ്റു 100, അപ്പോൾ നമുക്ക് 25% എന്ന് കിട്ടും. ദെൻ അടുത്ത വർഷം സ്റ്റോക്ക് നോക്കുക. സ്റ്റോക്ക് 2,50,000 ആണ് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അത് 3,50,000 ആയിട്ടുണ്ട്. ഇൻക്രീസ് ആണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ഡിഫറൻസ് എത്രയുള്ളത്? 1 lakh rupees ആണ് ഡിഫറൻസ് ഉള്ളത്. ആ 1 lakh നമ്മൾ പോസിറ്റീവ് ഫിഗർ ആയിട്ട് ഇൻക്രീസ് ആയതുകൊണ്ട് കാണിച്ചു. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് കാണാം. എങ്ങനെ കാണാം? 1,00,000 ഡിവൈഡഡ് ബൈ 2,50,000 ഇൻറ്റു 100, 40% എന്ന് കിട്ടും. ഓക്കെ. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് നോക്കൂ. പ്രീപെയ്ഡ് എക്സ്പെൻസ് 2001 ഇല്ല. അപ്പോൾ നമുക്ക് 0 ബാലൻസ് ആണ്, ഒന്നുമില്ല. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കിന് നമുക്ക് അടുത്ത വർഷം ആയപ്പോഴേക്കും നമുക്കത് എന്തായിട്ടുണ്ട്? 2,000 ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് 0 നിന്നും 2,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ, വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2,000 മൊത്തമാണ് നമ്മുടെ ഇൻക്രീസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അത്രയും കൂടുതലല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് 2,000 നമ്മൾ ഇൻക്രീസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബേസ് ഇയറിൽ പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ പെർസെൻറ്റേജ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കുന്നില്ല. ദെൻ ഇതിനകത്ത് ടോട്ടൽ കറണ്ട് അസറ്റ്, നമ്മളെല്ലാ കറണ്ട് അസറ്റ്സും ആണ് എഴുതിയത്. അതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ നമ്മൾ ആദ്യം കാണാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ 2001 വരുന്നത് 6,20,000 ആണ്. അതുപോലെ നമ്മുടെ 2002 7,72,000 വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലേ, 7,72,000 മൈനസ് 6,20,000 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1,52,000 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കാണാം. അല്ലെങ്കിൽ നമ്മൾ ഇൻക്രീസും ഡിക്രീസും ഇവിടെ മുഴുവൻ കണ്ടിട്ടുണ്ടല്ലോ. അതിലെ പോസിറ്റീവ്സ് എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടും, നെഗറ്റീവ്സും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,52,000 കിട്ടണം. അപ്പോൾ എങ്കിലും ഇത് കറക്റ്റ് ആയിട്ടുള്ളൂ നമ്മൾ ചെയ്തത്. ദെൻ ഇതിനകത്ത് പെർസെൻറ്റേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. ടോട്ടൽ പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ 1,52,000 ഡിവൈഡഡ് ബൈ 6,20,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 24.52% നമുക്ക് കിട്ടും. ഇതും കൂടെ ഡിവൈഡ് ചെയ്യാം എന്നാൽ നമുക്ക് 24,052% നമുക്ക് കിട്ടും. എന്നാൽ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫിക്സഡ് അസറ്റുകൾ മുഴുവൻ ഒരുമിച്ച് കാണിക്കുകയാണ്. ഞാൻ ഫിക്സഡ് അസറ്റിനകത്ത് വരുന്ന ഐറ്റംസ് എല്ലാം എഴുതാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആദ്യം എടുക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 3,70,000 ആണ് ഫസ്റ്റ് ഇയറിൽ. ഞാൻ അടുത്ത വർഷമായപ്പോഴേക്കിന് അത് 2,70,000 ആയി. കുറയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കുറവ് നമ്മൾ നെഗറ്റീവ് ഫിഗർ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. 2,70,000 മൈനസ് 3,70,000 1 lakh ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണും? 1 lakh ഡിവൈഡഡ് ബൈ 3,70,000. 1 lakh ഡിവൈഡഡ് ബൈ 3,70,000 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 27.3%. നമ്മുടെ ഇൻക്രീസോ ഡിക്രീസോ എന്നുള്ളത് ഡിക്രീസ് ആണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് നെഗറ്റീവായിട്ട് വേണം കാണിക്കാൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 4 lakh rupees ആണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 6 lakh ആയിട്ടുണ്ട് അല്ലേ, കൂടുകയാണ് ചെയ്തിരിക്കുന്നത്, ഇൻക്രീസ് ആണ്. സോ പോസിറ്റീവായിട്ട് 2 lakh നമുക്ക് കാണിക്കാവുന്നതാണ്. ദെൻ ഇതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണും? 2 lakh ഡിവൈഡഡ് ബൈ 4 lakh. സോ 50% ആണ് നമ്മുടെ ഏത് വരിക? പിന്നെ ഈ പെർസെൻറ്റേജ് വരും. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 20,000 ആണ് ആ വർഷം ഉള്ളത്. ദെൻ 25,000 ആണ് പിറ്റത്തെ വർഷം. ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ 5,000 ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും നമ്മുടെ 20,000 തമ്മിൽ ചെയ്യാം. 5,000 ഡിവൈഡ് ബൈ 20,000 ഇൻറ്റു 100 നമുക്ക് 25% എന്ന് കിട്ടും. ദെൻ അതർ ഫിക്സഡ് അസറ്റ്, മറ്റ് ഫിക്സഡ് അസറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് 25,000 ആയിരുന്നു. അടുത്ത വർഷം ആയപ്പോഴേക്കും അത് എത്ര ആയിട്ടുണ്ട്? 30,000 ആയിട്ടുണ്ട്. കൂടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇൻക്രീസ് ആണ്.
ഇൻക്രീസ് ആയതുകൊണ്ട് പോസിറ്റീവ് 5000 കാണിച്ചു. ഈ പോസിറ്റീവ് 5000ഉം നമ്മുടെ 25,000ഉം കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20% എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ഫിക്സഡ് അസറ്റും കാണിച്ചു കഴിഞ്ഞു. ഫിക്സഡ് അസറ്റുകളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ കാണാം അല്ലേ. ഇപ്പോൾ 2001 നമ്മുടെ ടോട്ടൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 8,15,000 ആണ്. നമ്മുടെ സെക്കൻഡ് ഇയറിൽ അടുത്ത വർഷത്തേത് 9,25,000 ആണ്. ഇൻക്രീസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഡിഫറൻസ് നമ്മളിവിടെ ഇൻക്രീസ് ആയതുകൊണ്ട് പോസിറ്റീവ് ഫിഗറിലൂടെ കാണിച്ചിരിക്കുന്നു 1,10,000. ദെൻ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാം? 1,10,000 ഡിവൈഡഡ് ബൈ 8,15,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 13.49% എന്ന് കിട്ടും. ഇത്രയാണ് ടോട്ടൽ ഫിക്സഡ് അസറ്റ് വന്നത്, ടോട്ടൽ കറണ്ട് അസറ്റ് വന്നു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂടെ കൂട്ടിയതാണ്. അപ്പോൾ നമ്മുടെ ഫിക്സഡ് അസറ്റും ഇതിനകത്ത് നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ്, ഇതിൽ ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റ് 6,20,000 ഉണ്ട്. ടോട്ടൽ ഫിക്സഡ് അസറ്റ് 18,15,000 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ എത്രയാണ്? 14,35,000 ആണ് വരിക. ദെൻ അടുത്ത വർഷത്തിൽ നമുക്കത് 16,97,000 ആണ് വരുന്നത്. അപ്പോൾ ഇൻക്രീസ് ആണ് അസറ്റിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. മൊത്തം അസറ്റ് എന്നുള്ള ഒരു ടേം എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം എത്രയാണ് തമ്മിലുള്ള ഡിഫറൻസ്? 2,62,000 ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത്രയുമാണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പെർസെൻറ്റേജ് എങ്ങനെ കാണും? ആസ് യൂഷ്വൽ നമ്മൾ ഇതിൻ്റെ ഇൻക്രീസും നമ്മുടെ ബേസ് ഇയറും തമ്മിൽ ചെയ്തിട്ട് ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 18.26% എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ അസറ്റിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 18.26% അടുത്ത വർഷമായപ്പോഴേക്ക് നമ്മുടെ മൊത്തം അസറ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഫിക്സഡ് അസറ്റ് 13.49% ഇൻക്രീസ് ചെയ്തതെങ്കിൽ ടോട്ടൽ കറണ്ട് അസറ്റ് അടുത്ത വർഷമായപ്പോഴേക്ക് 24.52% ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അനാലിസിസ് പാർട്ട്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പാർട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്തതായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. അത് നമുക്ക് ആ ഹെഡ് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അതിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ കറണ്ട് അസറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ നമുക്കിവിടെ കറണ്ട് ലയബിലിറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ആദ്യം വരുന്നത് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ 50,000 ആണുള്ളത്. അത് 45,000 ആയിട്ട് കുറയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അടുത്ത വർഷത്തേക്ക് 45,000 ആയി പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. സോ -5,000 ആണ് വരിക. സോ 5,000 ഡിവൈഡഡ് ബൈ 50,000 എത്ര വരും? 10% വരും. ഇൻറ്റു 100 കൊടുക്കുമ്പോൾ 10% വരും. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് നെക്സ്റ്റ് ഉള്ളത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 1 lakh rupees ആണ് ഉണ്ടായിരുന്നത്. അടുത്ത വർഷമായപ്പോഴേക്കും 1,20,000 ആയി. അപ്പോൾ കൂടുകയാണല്ലോ ചെയ്തത്. സോ പോസിറ്റീവ് 20,000 നമുക്ക് ഡിഫറൻസ് എഴുതാം. ദെൻ ഈ 20,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20% കിട്ടും. ദെൻ നമുക്ക് ബാക്കിയുള്ള കറണ്ട് ലയബിലിറ്റീസ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അത് 5,000 ആണ് ഉണ്ടായിരുന്നത്. അത് അടുത്ത വർഷമായപ്പോൾ 10,000 ആയിട്ടുണ്ട്. കൂടുതലുള്ള ചെയ്ത് എത്ര വ്യത്യാസം ഉണ്ടായി? 5,000ന്റെ വ്യത്യാസം ഉണ്ടായി. അത് പോസിറ്റീവ് 5,000 ആയി കാണിച്ചിട്ടുണ്ട്. ദെൻ പെർസെൻറ്റേജ് എങ്ങനെ കാണും? 5,000 ഡിവൈഡഡ് ബൈ 5,000. ബേസിലും 5,000 തന്നെയാണ്. സോ 5,000 ഡിവൈഡ് ബൈ 5,000 എത്ര വരും? 100% വരും. ദെൻ ഇതെല്ലാം കൂടെ കറണ്ട് ലയബിലിറ്റീസ് ഇനി ഇല്ല ക്വസ്റ്റിനകത്ത്. ഞാൻ ആ ക്വസ്റ്റ്യൻ ബാക്കിലേക്ക് എടുക്കണില്ല എന്നുള്ളൂ. അപ്പം അതിനകത്ത് ടോട്ടൽ വല്ല കറണ്ട് ലയബിലിറ്റീസ് കാണിച്ചു കഴിഞ്ഞു. അത് നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കാണിക്കാം? 1,55,000. 1,55,000 ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കാം. സെക്കൻഡ് ഇയറിൽ 1,75,000 ആണുള്ളത് അല്ലേ. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ വ്യത്യാസം നോക്കുക, കൂടുതലാണുള്ളത്. അടുത്ത വർഷമായപ്പോഴേക്കിന് 1,75,000 ആയിട്ടുണ്ട്. ഇൻക്രീസ് ആണ്. സോ പോസിറ്റീവ് 2,000 നമ്മൾ ഡിഫറൻസ് ആയി കാണിച്ചിട്ടുണ്ട്. ഈ 20,000നെയും 1,50,000നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12.9% എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസിൽ ഇൻക്രീസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായി? 12.9% ഇൻക്രീസ് ഉണ്ടായി. ദെൻ മറ്റ് ലോങ് ടേം ലയബിലിറ്റീസ് ആണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത്. ലോങ് ടേം ലയബിലിറ്റീസിൽ ആദ്യം വരുന്നത് ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് 2 lakh ഉണ്ട്. അടുത്ത വർഷമായപ്പോൾ 3 lakh ആയി. സോ ഇൻക്രീസ് ആണ്, 1 lakh ഇൻക്രീസ്. ദെൻ നമ്മളതിൻ്റെ പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ 50%. ദെൻ ലോങ് ടേം ലോൺ ഓൺ മോർട്ടഗേജ് ആദ്യം 1,50,000 ഉണ്ടായിരുന്നത്. അടുത്ത വർഷമായപ്പോൾ 2 lakh ആയി. ഇൻക്രീസ് ആണ്. സോ വ്യത്യാസം 50,000 ഉണ്ട്. 50,000 അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ 33%.
അപ്പോൾ നമുക്ക് ടോട്ടൽ ലയബിലിറ്റീസും ആയി കഴിഞ്ഞു. നമ്മളിവിടെ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിനെ നമ്മൾ സെപ്പറേറ്റ് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അല്ല, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കറണ്ട് ലയബിലിറ്റീസ് ആദ്യം കാണിക്കും, ബാക്കിയുള്ളതിനെ ഒരുമിച്ച് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അല്ലേ. ദെൻ നമ്മുടെ ഈ ബാക്കിയുള്ള ലോങ് ടേം ലയബിലിറ്റീസും കൂടെ അതിൻ്റെ കൂടെ കൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1,55,000 അതിൻ്റെ കൂടെ 2 lakh, അതിൻ്റെ കൂടെ 1,50,000 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ലയബിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 5,05,000 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മേലെയുള്ള ഈ മൂന്നും നമ്മുടെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് അടുത്ത വർഷത്തത് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്, പിന്നെ നമ്മുടെ ഡിബെഞ്ചർ, ലോങ് ടേം ലോൺ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയതാണ് 6,07,500 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ എത്രയാണ് ഇൻക്രീസ് ഉള്ളത്? 1,70,000 ഇൻക്രീസ് ഉണ്ട്. പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 33.6% അതിൻ്റെ പെർസെൻറ്റേജും കാണാം. ദെൻ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് കാണിക്കുകയാണ്. അതിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫണ്ട് ആദ്യം കൊടുത്തിട്ടുണ്ട്. എത്രയാണുള്ളത്? 6 lakh ആണുള്ളത്. അടുത്ത വർഷം 8 lakh ആണുള്ളത്. കൂടാണ് ചെയ്തിരിക്കുന്നത്. 2 lakh ഇൻക്രീസ് ഉണ്ട്. നമ്മുടെ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 33% എന്ന് കിട്ടും. ഞാൻ റിസർവ് ആൻഡ് സർപ്ലസും കൂടെ കൊടുത്തു. 3,30,000, 2,20,000 ഇൻക്രീസ് ആണ് അടുത്ത വർഷത്തത്. ഡിക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ നെഗറ്റീവ് 1,08,000 ആണ് നമുക്ക് ഡിഫറൻസ് ആയി കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് കാണുമ്പോൾ എങ്ങനെ കാണാം? നെഗറ്റീവ് 32.73% ആണ് നമുക്കത് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ടോട്ടൽ അസറ്റുകളൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്കിവിടെ ലയബിലിറ്റീസ് മുഴുവനായി കഴിഞ്ഞു. ഇതിൽ നോക്കുക, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസിൽ ഇൻക്രീസ് ആണുള്ളത്. 12.9% ഇൻക്രീസ് ആണ് അടുത്ത വർഷത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ ലയബിലിറ്റീസിൽ അതുപോലെ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 33.66% ഇൻക്രീസ് ആണ് അടുത്ത വർഷത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ടോട്ടൽ ലയബിലിറ്റീസ് ആയിട്ടുള്ള ടോട്ടൽ നമ്മൾ കാണുന്നത്. ഇതിനകത്ത് നമ്മളുടെ ടോട്ടൽ ലയബിലിറ്റീസ് 5,05,000 ആണ്. അതും നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും ഇതെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ലയബിലിറ്റീസ് വരെയൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ദെൻ അതും നമ്മുടെ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ലയബിലിറ്റീസ് ആയിട്ട് കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് 14,35,000 എന്ന് കിട്ടും. നമ്മുടെ ടോട്ടൽ അസറ്റും അത് തന്നെ ആയിരുന്നു അല്ലേ. 14,35,000 ആണ് വന്നിരുന്നത്. അപ്പോൾ ആ രീതിയിൽ വരണം അത്. ദെൻ നമ്മുടെ അടുത്ത വർഷത്തേതോ നമ്മുടെ ടോട്ടൽ അസറ്റ് ഉണ്ടായിരുന്നത് 16,97,000 ആണ്. ഇവിടെ നോക്കുക, ടോട്ടൽ ലയബിലിറ്റീസും പിന്നെ ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അതേ ഫിഗർ തന്നെയാണ് കിട്ടുന്നത്. 16,97,000 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഇവിടെയും ഇൻക്രീസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അസറ്റിലും ഓവറോൾ ഒരു ഇൻക്രീസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 18.26% ഇൻക്രീസ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ ഇതിൻ്റെ ഒരു ഫോർമൽ ലെവലിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി കമ്പനി റിവീൽസ് ദാറ്റ് ഈ കമ്പനിയുടെ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് എന്താണ്? ഡ്യൂറിങ് 2002 2001 ആയിരുന്നു നമ്മുടെ വർഷം. 2002 there has been an increase in fixed asset. ഫിക്സഡ് അസറ്റിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 1,10,000 ആണ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. മീൻസ് 13.49% ആണ്. വൈൽ അതേസമയം ലോങ് ടേം ലയബിലിറ്റീസ് ടു ഔട്ട്സൈഡേഴ്സ് ഹാവ് റിലേറ്റീവ്ലി ഇൻക്രീസ്ഡ് ബൈ 1,50,000. അപ്പോൾ ഫിക്സഡ് അസറ്റ് അത്ര കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലോങ് ടേം ലയബിലിറ്റീസും കൂടിയിട്ടുണ്ട് 1.5 ലക്ഷത്തോളം. ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹാസ് ഇൻക്രീസ്ഡ് ബൈ ₹2 lakh. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര കൂടിയിട്ടുണ്ട്? 2 lakhും കൂടിയിട്ടുണ്ട്. അതായത് ലയബിലിറ്റി സൈഡിൽ ഈ രണ്ടായിട്ട് ഇത്രയും കൂടിയിട്ടുണ്ട്, അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് ഇത്രയും കൂടിയിട്ടുണ്ട്. ദിസ് ഫാക്ട് ഡെപിക്സ് ദാറ്റ്, ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദ പോളിസി ഓഫ് ദ കമ്പനി ഈസ് ടു പർച്ചേസ് ഫിക്സഡ് അസറ്റ് ഫ്രം ലോങ് ടേം സോഴ്സസ്. കമ്പനിയുടെ നയം എന്താണ്? ലോങ് ടേം സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് അല്ലെ. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കണമെങ്കിൽ ഫണ്ട് വേണ്ടല്ലോ. ആ ഫണ്ട് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടോ ആ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് സൈഡ് അവസാനം ഈക്വലായി വരുന്നത്. ഒരു സൈഡിൽ നമ്മൾ ഫണ്ടുകളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നതാണ് ലയബിലിറ്റി സൈഡിൽ പലപ്പോഴും വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ക്യാഷുകളാണ് അവിടെ വരുന്നത്. ദെൻ അസറ്റ് സൈഡിൽ നമ്മൾ ആ ഫണ്ട് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോങ് ടേം സോഴ്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്തും കാണാൻ പറ്റുന്നത്, അസറ്റ് കൂടിയിട്ടുണ്ടല്ലേ, അത് അത്രയും അസറ്റ് വാങ്ങിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
പിന്നെ ഈ പറയുന്ന ലോങ് ടേം ഫണ്ടുകൾ കൂടിയ സ്ഥിതിക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് അതിനു വേണ്ടി ഇങ്ങനെ ഫണ്ട് റൈസ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് അസറ്റ് വാങ്ങിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. ദെൻ കറണ്ട് അസറ്റ് ഹാവ് ഇൻക്രീസ്ഡ് 1,52,000. കറണ്ട് അസറ്റ് നോക്കുമ്പോൾ അതും കൂടിയിട്ടുണ്ട്. 1,52,000 കൂടിയിട്ടുണ്ട്. 24.52% ആണ്. അതുപോലെ ക്യാഷും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 60,000 വെച്ച് ക്യാഷും കൂടിയിട്ടുണ്ട്. On the other hand, there has been an increase in inventories amounting to rupees 1 lakh. കൂടാതെ ഇൻവെന്ററീസിലും എത്ര ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്? നമ്മുടെ ഇൻവെന്ററീസ് ഏകദേശം 1 lakh rupees അതും കൂടിയിട്ടുണ്ട്. അപ്പൊ കറണ്ട് അസറ്റിൽ വരുന്ന എല്ലാ ഐറ്റംസ് ഇങ്ങനെയുള്ളതൊക്കെ കൂടിയിട്ടുണ്ട്. The current liabilities have increased only by rupees 20,000. കറണ്ട് ലയബിലിറ്റിന്ന് എത്ര കൂടിയിട്ടുള്ളൂ? ആകെ 20,000 റുപ്പീസ് കൂടിയിട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന അസറ്റുകളുടെ എല്ലാം ഇൻക്രീസിന് ഫണ്ട് കിട്ടിയിരിക്കുന്നത് എവിടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലോങ് ടേം ലയബിലിറ്റീസ് അല്ലേ? നമ്മുടെ ലോങ് ടേം ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യിച്ചുകൊണ്ട് നമ്മുടെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് കൂടുതലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആക്ടിവിറ്റീസിനെല്ലാം ക്യാഷ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ this further confirms, ഇത് വീണ്ടും കൺഫേം ചെയ്യുന്നു that the company has raised long term finance even for current assets resulting into an improvement in the liquidity position of the company. അപ്പോൾ കൂടാതെ കമ്പനി ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, കൂടാതെ കറണ്ട് അസറ്റിന്റെ ആവശ്യത്തിനും ഏതന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ലോങ് ടേം ഫിനാൻസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ലോങ് ടേം ഫിനാൻസ് ഒരു ഉയർന്ന സംഖ്യ ഉണ്ട് അല്ലേ, 2 lakh ഉണ്ട്, അതുപോലെ 1,50,000 ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഫിക്സഡ് അസറ്റ് ആകെ 1,10,000 ആയിട്ടുള്ളൂ, ബാക്കി ഫണ്ട് പിന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവും സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും നമ്മുടെ അതത് വർഷങ്ങളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു ഫണ്ട് മാറ്റി വെക്കുന്നതാണ് റിസർവും സർപ്ലസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ ആ പ്രോഫിറ്റിന്റെ ഒക്കെ ഓണേഴ്സ് എന്ന് പറയുന്നത്, അവർക്കത് വീതം വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. 3,30,000 ഉണ്ടായിരുന്നത് 2,22,000 ആയി കുറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ദ കമ്പനി ഹാസ് യൂട്ടിലൈസ്ഡ് റിസർവ് ആൻഡ് സർപ്ലസസ്. കമ്പനി അതിന്റെ റിസർവും സർപ്ലസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാവും കൊടുത്തിട്ടുണ്ടാവാം? ഈതർ ഇൻ ക്യാഷ്, ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവാം, ഓർ ബൈ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, അല്ലെങ്കിൽ ബോണസ് ഷെയർ ആക്കിയിട്ട്. ബോണസ് ഷെയറിന്റെ പ്രത്യേകത എന്താ? ഷെയറും കൊടുക്കും, അതിന് പിന്നീട് ഷെയർ ഹോൾഡേഴ്സ് പൈസ കൊടുക്കൊന്നും വേണ്ട, അത് ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ആയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാനോ ഒക്കെ തന്നെ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കി ഇതൊക്കെ തന്നെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി സാറ്റിസ്ഫാക്ടറി. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ സാറ്റിസ്ഫാക്ടറി ആണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് ചെയ്യാനുള്ളത്. അതിൽ റീഅറേഞ്ച്മെൻറ്റ് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞാൽ മതി, അല്ലാതെ ഏകദേശം ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അടുത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എഴുതി വെക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.